ദൈവീക പ്രാർത്ഥനകളെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളായി ഞങ്ങൾ ഒരുങ്ങുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ജന്മത്തെ ഞങ്ങൾ ഓർത്തു. ഇനിയുള്ളതായ ഞങ്ങളുടെ ദിവസങ്ങളിൽ നോമ്പ് അനുഗ്രഹമാകുവാൻ ഈ നോമ്പിൻ്റെ 7-ാം ദിവസത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച കർത്താവിനെ ഞങ്ങളാന്ന് പറയുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും ഇതിലും സമർപ്പിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയോ, പലയിടങ്ങളിൽ കുടുങ്ങിയോ, പലയിടങ്ങളിൽ രോഗികളായിരിക്കുന്നോ, അവരെല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ജന്മസമയത്ത് സഖറിയ പുരോഹിതനെ പ്രവാചകനായി ഉയർത്തിയ ആ നല്ല വേലയോർത്ത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കും പുതിയ നിയമകാലത്ത് വീണ്ടും ജനിച്ച ദൈവ മക്കളെല്ലാം പ്രവചനം നല്ലവരമുള്ള കർത്താവിൻ്റെ സഹോദരവർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളതായ കാര്യമോർത്ത് ഞങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നു. കർത്താവിൻ്റെയും യോഹന്നാൻ്റെയും ജനനം നിങ്ങളെയും പ്രവചനം നല്ലവരമുള്ളവരാക്കുവാൻ മതിയായതാകയാൽ അനുഭവം ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയപരിശോധനയ്ക്കായിട്ട് അവിടുത്തെ തിരുവചനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വന്നിരിക്കുന്ന എല്ലാ വചനങ്ങളുടെ പ്രകാശനങ്ങൾക്കായി ഞങ്ങൾ വേണ്ടി സ്വീകരിക്കുന്നു. ഇതുവരെയുള്ളതായ സ്വയപരിശോധനയിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് കർത്താവ് തരം വെച്ചിരിക്കുന്ന ഉൾക്കാഴ്ചകൾ ഏറ്റുവാങ്ങുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേടുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രാജ്ഞിയായി തീരുന്ന സമയാഗമന ചരിത്രത്തിൻ്റെ ഒരു കോശമായി തീരാൻ ആ കല്യാണത്തിന് ഞങ്ങളെയും വിളിക്കുന്ന സ്വർഗീയ പിതാവ് ഞങ്ങൾ നന്ദി പറയുന്നു. സത്യദൈവത്തിൻ്റെ രക്ഷാകരമായ ഉപദേശം കൈക്കൊള്ളുവാൻ സാധിക്കാത്ത ഞങ്ങളിലെ പ്രാകൃത മനുഷ്യൻ്റെ വിദ്യാബോധം, ദുഷ്ടമനസാക്ഷി, സാധുത്വ മനോഭാവത്തിൽ മാറിക്കിട്ടുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമോടെയെല്ലാം തളിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയാത്ത ഞങ്ങളെ ലോകം അവസാനിക്കുവാൻ നിങ്ങൾക്ക് ഈ നോമ്പിൻ്റെ ഈ കാലയളവിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാണൻ്റെ മുലകുടി മാറാൻ നിൻ്റെ തിരുവചനമാകുന്ന പാല് കുടിപ്പിച്ച് പാൽവിളിച്ച് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാലമനസ്സിലെ ബോഷത്വത്തിൽ മറിഞ്ഞിരിക്കുന്ന തിന്മകളെ അകറ്റാൻ ഞങ്ങളെ അറിവോടെ അവിടുന്ന് ശിക്ഷിക്കുന്ന മാതാപിതാക്കളെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവുകൾ ആരാധനയ്ക്കായി ഞങ്ങളെ പ്രേരിപ്പിക്കാതെ ഇരുണ്ടുപോയ ഞങ്ങളുടെ ഹൃദയത്തിൽ വളരുന്ന 4 തരം തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും സത്യദൈവത്തെ ആരാധിക്കാതെ ഇരുണ്ടുപോയ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ തിന്മകളുടെ ഒളിപ്പിടങ്ങൾ തകർത്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ ആലോചനയും പാപിയുടെ വഴിയും പരിഹാസവും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. രക്ഷാമുടക്കുകളെയും ദുരാത്മാക്കളുടെ ഒളിപ്പിടമായ അത്യാധുനിക വിദ്യാഭ്യാസതയെ ഞങ്ങളിൽ നിന്ന് മാറ്റിവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ കാൽപാദമിരിക്കുന്ന ഭൂമിയിൽ നീലക്കല്ല് വെളുത്ത തളം പോലെ സകലത്തെയും ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ചലിക്കുന്ന പ്രകാശമായി കാണുവാൻ ഞങ്ങളെ ലോകം അവസാനിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡമോഹവും കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപം കൊണ്ട് പാപത്തിൽ മരിച്ച ഞങ്ങളുടെ ദേഹികളെ ജീവിപ്പിക്കാൻ യേശുവിൻ്റെ ഉയർപ്പിക്കുന്ന ശബ്ദം ഞങ്ങളെ ഇന്ന് കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഹൃദയവും അപഹരിച്ചു കളഞ്ഞ് ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തിക്ക് പകരം കൊടുത്ത് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യ ശാപങ്ങളുടെ ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് മുറിച്ചു കളയുവാൻ ഞങ്ങളെ സ്നാനത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പൂർണ്ണതയിലേക്ക് വളർത്തുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്താൽ അവിശ്വാസത്താൽ ദൈവപരിജ്ഞാനം കുറയുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കണമേ. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ആലോചനകളിലെ ജ്ഞാനം തള്ളിക്കളഞ്ഞ് ഉയരത്തിലെ നല്ല ആലോചന പരിജ്ഞാനമായി ലഭിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നല്ല ആലോചനകളാകുന്ന ജീവജലത്തിലും പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ട് ലഭിക്കുന്നതായ സ്നാനത്തിന് ഞങ്ങളുടെ ശാപങ്ങൾ മാറ്റണമേ. അസ്ഥിയിലും ഉദരത്തിലും ശരീരത്തിന് പുറത്തുമെല്ലാം ശാപങ്ങളും
കത്തിത്തീരുവാൻ ദൈവസ്നേഹത്തിൽ നിങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അകൃത്യത്താൽ സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിൽ മരണത്താൽ നയിക്കപ്പെടുന്ന ആടുകളായി ഞങ്ങളുടെ പ്രാണൻ നശിച്ചതിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. സകലതും ശോധന ചെയ്ത് നല്ലതും ഉറപ്പിച്ച് പ്രാണരക്ഷയ്ക്കായി സ്വയപരിശോധനയ്ക്ക് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനം എൻ്റെ ജീവിതയാത്രയിൽ ജീവപ്രകാശം തന്ന് ലക്ഷ്യത്തിലെത്തിക്കുവാൻ സഹായിക്കണമേ. പല പ്രാവശ്യം വചനങ്ങൾ കേട്ടെങ്കിലും വായിച്ചെങ്കിലും ഞങ്ങൾക്ക് നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കാത്ത ഞങ്ങൾ ദുഃഖിക്കുന്നു. ഹൃദയത്തിൽ നട്ടുവളർത്താൻ പറ്റിയ മുളച്ച വിത്തുകളായിട്ട് തിരുവചനം ഞങ്ങൾ ഒരുക്കപ്പെടുന്ന ഹൃദയങ്ങളിൽ വേരൂന്നുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സ്നാപകൻ്റെ ജനന ദിവസം വായിച്ച വേദഭാഗങ്ങൾ ഇനി ശേഷിച്ചിരിക്കുന്ന അനേക കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാനുണ്ട്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1 അധ്യായം 57 മുതൽ 80 വരെയുള്ള വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ച് പറഞ്ഞ ആ യോഹന്നാൻ സ്നാപകൻ്റെ ഒരു പ്രത്യേക അനുഭവം, ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ കൂടെ ഉണ്ടായിരുന്ന ആ യോഹന്നാൻ സ്നാപകന് കർത്താവിനെ വഴിയൊരുക്കുവാൻ ആ കൈ ആ കാലുകളും പ്രയോജനപ്പെട്ടു. നമുക്കും നമ്മുടെ കൈകളോടുകൂടെ ദൈവം ഉണ്ടായിരിക്കാൻ, ദൈവത്തിൻ്റെ കൈ നമ്മുടെ കയ്യിൽ പ്രവർത്തിച്ച് ചലിപ്പിക്കുവാനിടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ സ്നാപകൻ്റെ ആ ജനന ദിവസം മൗനമായി അതുവരെ കഴിഞ്ഞുകൂടിയതായ സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറയാനിടയായി. ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു നമ്മളുടെ വായിച്ചു കേൾക്കുകയുണ്ടായി. യോഹന്നാൻ സ്നാപകന്റെ ജനനം തൻ്റെ പിതാവിനെ പ്രവാചകനാക്കി ഉയർത്തി. പ്രവാചകൻ്റെ നല്ലവരം ഉണർന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയതായ പ്രവചനങ്ങൾ എല്ലാ തലമുറക്കാർക്കും പ്രചോദനം നൽകുന്ന ഒത്തിരി വാക്തത്വങ്ങൾ അടങ്ങിയതാണ്. എല്ലാ വർഷവും ഈ തിരുവചനം ആവർത്തിച്ച് വായിക്കുന്നത് എല്ലാ തലമുറക്കാർക്കും ഈ അനുഭവം അവകാശമുള്ളതായതുകൊണ്ട് അത് കിട്ടിയോന്ന് പരിശോധിക്കാനാണ്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1 അധ്യായം 57 മുതൽ 80 വരെയുള്ള ഭാഗത്തിൽ അവസാനത്തെ ഭാഗം വരുമ്പോൾ 78, 79, 80 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടുമെന്നുള്ളൊരു പ്രവചനം. സക്കറിയ പുരോഹിതൻ സക്കറിയ പ്രവാചകനായി ഉയർന്നപ്പോൾ നമ്മുടെ പാദങ്ങൾ സമാധാന മാർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്നുള്ളൊരു പ്രവചനം. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ അനേകരുടെ പാദങ്ങൾ സമാധാന മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ പാദങ്ങളിപ്പം എതിരെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വയാശ്രയത്തിൽ പാതാളത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണോ, അതോ ദൈവാശ്രയത്തിൽ നമ്മളെ പ്രാണനെ സ്വർഗത്തിലെത്തിക്കുകയാണോ? രക്ഷ എന്ന വാക്ക് ഈ പ്രവചനത്തിനകത്ത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുവാൻ ഈ പ്രവചനം സഹായകരമാണ്. രക്ഷ എന്ന വാക്ക് നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും പലയിടത്തും നമ്മൾ ദുർവിനിയോഗം ചെയ്യാറുള്ളൊരു വാക്കാണ്. വാസ്തവത്തിൽ രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ പ്രവചനത്തിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പാവപ്പെട്ട ഒരു മനുഷ്യനെ ലോട്ടറി അടിക്കുമ്പോൾ പറയും രക്ഷപ്പെട്ടെന്ന് പറയും. തൊഴിലില്ലാതിരുന്ന ഒരാൾ വിദേശത്ത് എവിടെയും നല്ലൊരു ജോലി കിട്ടിയാൽ കേൾക്കുന്ന വഴിയോ ആൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. അത്യാവശ്യ നിലയിൽ രോഗിയായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗി സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ ആൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. അപ്പോൾ രക്ഷയെന്നുള്ള വാക്ക് അവിടെയൊക്കെയാണ് നമ്മൾ സാധനം പ്രയോഗിക്കാറുള്ളത്. പക്ഷേ രോഗസൗഖ്യവും സാമ്പത്തിക നേട്ടങ്ങളും ഇതൊക്കെയും രക്ഷയുടെ ഒരു വശമാണെങ്കിലും രക്ഷയുടെ യഥാർത്ഥമായ വശം, ആ രക്ഷയുടെ തുടക്കം എവിടെയാണ് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആ പ്രവചനം ഒന്നുകൂടെ വായിക്കുകയാണ്. രക്ഷയെന്ന് എത്ര പ്രാവശ്യം ഈ പ്രവചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് രക്ഷയുടെ ഓരോ വശങ്ങളെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുന്നതാണ്. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പ്രവചിച്ചു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അപ്പോൾ പ്രവചനം തുടങ്ങുന്നത് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഒന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം നല്ലവരും ജ്വലിക്കുന്നത് ആരാധനയോടുകൂടിയാണ്, സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടാണ്. പ്രവചനം നല്ലവരും ജ്വലിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം എന്നുള്ള
ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ആ പ്രവചനത്തിൻ്റെ ഒന്നാം ഭാഗം ആരാധനയാണ്, ദൈവത്തെ വാഴ്ത്തുന്ന അനുഭവമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവചനം ജ്വലിച്ചത് 9 മാസത്തെ മൗനവ്രതത്തിന് ശേഷമാണ്. അപ്പം മൗനവ്രതത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കുവാൻ മൗനവ്രതത്തിന് കഴിവുണ്ടെന്നുള്ളതായ കാര്യം 46-ാം സങ്കീർത്തനത്തിലുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ ലഭിക്കുന്ന അവസരവും മൗനമാക്കാൻ ദൈവം ചെയ്യുന്ന വേലകളും ദൈവത്തെ അറിയാനാണെന്ന കാര്യം ഇവിടെ പറഞ്ഞു. സഖറിയ പുരോഹിതനെ ദൈവം മൗനമാക്കിയതാണ്, ആക്കുകയായിരുന്നു. അതൊരു ശിക്ഷയായിട്ടാണ് വന്നത്. 9 മാസത്തെ ആ ശിക്ഷ താൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നൽവരത്തിൻ്റെ മറുപടിയായിട്ട് ജനിച്ച, പ്രാർത്ഥനയുടെ മറുപടിയായി ജനിച്ച യോഹന്നാൻ സ്നാപകന് തൻ്റെ അപ്പനെ പ്രവാചകനാക്കാൻ കഴിഞ്ഞു. അപ്പം മാതാപിതാക്കൾ മുഖാന്തരം മക്കൾ മുഖാന്തരം മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് സത്യമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. മാതാപിതാക്കൾക്ക് കൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ മക്കൾക്ക് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ട് മാതാപിതാക്കളെ രക്ഷിക്കാൻ, അനുഗ്രഹിക്കാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു വഴിയിലൂടെ അനുഗ്രഹം വരേണ്ടിയിരിക്കുന്നു. അനുഗ്രഹം മക്കൾക്കൂടെ മാതാപിതാക്കളിലേക്ക് പോകാം, മാതാപിതാക്കളുടെ മക്കളിലേക്ക് വരാൻ, അത് 1000 തലമുറയ്ക്ക് വരെ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശിക്കുവാന്നുള്ളത്. നമുക്ക് ഇതുവരെയായിട്ടും അനുഗ്രഹത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല, രക്ഷയുടെ അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ ശാപം ഇതുവരെ തീർന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ശാപത്തിൻ്റെ തലമുറയ്ക്ക് അന്തം വരുത്തിയിട്ട് വേണം അനുഗ്രഹത്തിൻ്റെ തലമുറയ്ക്ക് തുടക്കമിടാൻ. അതിൻ്റെ ഇടയിൽ ശാപങ്ങൾ മാറിക്കിട്ടുവാൻ മൗനം നമ്മൾ സ്വമേധയാ എടുക്കുന്നില്ലെങ്കിൽ കർത്താവും നമ്മുടെ മൗനിയാക്കി കളയും എന്നുള്ളതൊരു സത്യമാണ്. എങ്ങനെയായാലും കിട്ടുന്ന മൗനത്തിൻ്റെ അവസരം സ്വയപരിശോധനയ്ക്കും വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പ്രവാചകരായിട്ട് ഉണരാൻ സാധിക്കും എന്നുള്ള കാര്യം ഇത് അവിടെ ഓർപ്പിക്കുന്നു. ഇതാ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. രക്ഷ എന്നുള്ള ആ വാക്ക് ഇവിടെ ഈ പ്രവചനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്നു. പ്രവചനം നൽവരം ലഭിച്ചതായ സഖറിയ പുരോഹിതൻ കാണുന്നൊരു കാഴ്ച ഇവിടെയുണ്ട്. പ്രവാചകനെ അപ്രത്യക്ഷമായ നന്മകളുടെ പ്രത്യക്ഷ കർമ്മങ്ങളെ കാണാൻ സാധിക്കും. ബാഹ്യമായി കാണാൻ കഴിവില്ലാത്ത കാര്യങ്ങളെ ആന്തരിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിവുള്ളവരാണ് പ്രവാചകർ. അതുമാത്രമല്ല, പ്രവചനം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യം നടന്ന പോലെ കാണാനുള്ളൊരു കഴിവാണ്. പ്രവചനങ്ങളെല്ലാം തന്നെ നടക്കാൻ പോകുന്നതാണെങ്കിൽ നടന്ന പോലെ കാണാൻ സാധിക്കും. പ്രൊഫറ്റിക് പാസ്റ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് വേദശാസ്ത്രന്മാർ പറയുന്നത്. നടക്കാൻ പോകുന്നു നടന്ന പോലെ കാണുക. ഇവിടെ ഇതാ സഖറിയ പുരോഹിതൻ, സഖറിയ പ്രവാചകനായി കാണുന്നൊരു കാഴ്ച തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിക്കുന്ന ദൈവത്തെ അവിടെ കാണുകയാണ്. 9 മാസം മൗനമെടുത്തപ്പോൾ കിട്ടിയതായ ഒരു വലിയ ഉൾക്കാഴ്ച, തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തെ ഈ പുരോഹിതൻ കാണുകയാണ്. നമ്മൾ ഇത്രയും നാളും ആരാധിച്ചിട്ട് നമ്മളെ രക്ഷിക്കാൻ പോകുന്ന, രക്ഷിച്ചിരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? തിരുവചനത്തിലൂടെയോ ദർശനത്തിലൂടെയോ വെളിപ്പാടുകളിലൂടെയോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഏതെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. വീണ്ടും ജനിക്കാമെങ്കിൽ ദൈവത്തെ അറിയുവാനുള്ള 5 വഴികൾ തുറക്കുകയാണ്. ഇവിടെ ഇതാ മൗനവ്രതം എടുത്ത സഖറിയ പുരോഹിതനെ മനുഷ്യജാതിക്ക് മുഴുവനും വന്നുകൊണ്ടിരുന്നതും വരാനിരുന്നതുമായ രക്ഷയെ കണ്ട് സന്തോഷിക്കാനിടയായി. ദൈവം നമ്മളെ സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും, രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. സന്ദർശനങ്ങൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ ആളുകൾ
ചെറിയ ആളുകളെ സന്ദർശിക്കുമ്പോൾ അതൊരു മാനമായി, മഹത്വമായി, സന്തോഷമായി, അഭിമാനമായിട്ടൊക്കെ തോന്നും. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ വീട്ടിൽ കയറി വന്ന് നമ്മളെ കാണാൻ വരുമെന്ന് പറഞ്ഞാൽ എന്തൊരു അഭിമാനമായിരിക്കും അത്. അങ്ങോട്ട് ചെന്നാൽ കാണാനൊക്കാത്ത ആൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണുകയാണെങ്കിൽ സന്ദർശനങ്ങൾ സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും എല്ലാം സന്ദർഭങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും നാൾ നമ്മൾ സഭയിൽ ജീവിച്ചിട്ട്, വേദപുസ്തകം വായിച്ചിട്ട്, ധ്യാനിച്ചിട്ട് ദൈവം നമ്മളെ സന്ദർശിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ദൈവം ആരെയാണ് സന്ദർശിക്കുന്നത്? എപ്പോഴാണ് സന്ദർശിക്കുന്നത്? എങ്ങനെയാണ് സന്ദർശിക്കുന്നത്? ആരെയാണ് സന്ദർശിക്കുന്നുള്ളതിന് മറുപടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലുണ്ട്. ദൈവം സന്ദർശിക്കുന്നത് തൻ്റെ ജനത്തെയാണ്, തൻ്റെ ജനത്തെയാണ്, തൻ്റെ സ്വന്തം ജനത്തെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുണ്ടോ? സ്വന്തക്കാരാണ് കാണാൻ പോകുന്നത്, സന്ദർശിക്കാനൊക്കെ പോകുന്നത്. സ്നേഹബന്ധമാണ് സന്ദർശിക്കാൻ പ്രേരണ കൊടുക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ സന്ദർശിക്കത്തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആയിട്ടുണ്ടോ? എപ്പോഴാണ് സ്വന്തമാകുന്നത്? സ്വന്തമാകുന്നതിന് മുമ്പ് നമ്മൾ അന്യമായിരിക്കുന്നൊരു കാലമുണ്ട്, അന്യരായിരിക്കുന്ന ശത്രുക്കളായിരിക്കുന്നൊരു കാലം നമുക്കുണ്ട്. നമ്മളെ ദൈവം സന്ദർശിക്കാത്തത് നമ്മളിന്നും ശത്രുതയിലായിരിക്കാം. ആ ശത്രുത എങ്ങനെ മാറ്റാൻ സാധിക്കും? മനുഷ്യനാദ്യം മുഴുവൻ ദൈവത്തിൻ്റെ ശത്രുക്കളായിപ്പോയി. ഒരു വിശ്വാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി എന്ന് പറഞ്ഞു പാപവും ശാപവും നമ്മളെ ദൈവത്തിൽ നിന്ന് അന്യരാക്കി കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വന്തം പുത്രൻ നമ്മളെ തേടി വരികയാണ്. ആ സ്വർഗത്തിലെ പിതാവ് നമ്മളുമായിട്ടുള്ള വിടവ് നികത്താൻ ഒരു പാലമായി കർത്താവ് പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു മധ്യസ്ഥനായി പിതാവിലേക്ക് നമുക്ക് വഴിയുണ്ടാക്കി, വഴിയായി, ജീവനായി, ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കർത്താവിൻ്റെ പ്രിയ സ്വന്തം മക്കളാകാൻ സാധിച്ചു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ 100% കൈക്കൊണ്ടോ? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവത്തിൻ്റെ ദത്തുമക്കളാകാനുള്ള അവകാശം ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനിലൂടെയാണ് നമ്മൾ സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. യേശുക്രിസ്തുവിനെ 100% അംഗീകരിച്ചു കഴിയുമ്പോൾ, അവനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. സ്വന്തമാകുന്നവരെ കാണാനും കർത്താവ് വരും. ഇപ്പോൾ സക്കറിയ പുരോഹിതനിലൂടെ, ആ പ്രവാചകനിലൂടെയാണ് ഈ സത്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതേ കാര്യം 29-ാം സങ്കീർത്തനത്തിലുണ്ട്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് മഹത്വവും ശക്തി കൊടുക്കുകയും ദൈവം തൻ്റെ ജനത്തിന് സമാധാന അനുഗ്രഹം നൽകി അനുഗ്രഹിക്കും എന്ന് പറയുന്നു. 29-ാം സങ്കീർത്തനം അവസാനിക്കുന്നതിനാൽ തൻ്റെ ജനത്തിനാണ് ദൈവം അനുഗ്രഹവും സമാധാനവും കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുവരെയായിട്ടും ദൈവത്തിൻ്റെ സന്ദർശനമോ സമാധാനമോ അനുഗ്രഹമോ പൂർണ്ണമായി കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ അടുത്ത് സന്ദർശിക്കത്തക്കവണ്ണം നമ്മളും ദൈവമായുള്ള അകലം കുറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ പിതാവിനോടുണ്ടായിരുന്ന ശത്രുത മാറിയോ? യേശുവിൻ്റെ മധ്യസ്ഥത പിതാവിനെ കോപിച്ചതായ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഈ നോമ്പിൻ്റെ 7-ാം ദിവസം നമ്മൾ പരിശോധിക്കുകയാണ്. തൻ്റെ ജനത്തെ സന്ദർശിക്കും. ഇപ്പോൾ നമുക്ക് കർത്താവേ നീ എന്നെ ഒന്ന് സന്ദർശിക്കണം, ഇതിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ പുത്രനെ സ്വീകരിക്കുന്നു, പുത്രൻ്റെ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ആ പുത്രൻ്റെ വചനം എൻ്റെ ഉള്ളിലും മാംസം ധരിക്കണം. പരിശുദ്ധ കന്യമറിയാം വചനം കേട്ട് അത് ഹൃദയത്തിലാക്കി കന്യമറിയാമത് പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കന്യമറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന് പുത്രൻ ശരീരം ധരിക്കാൻ തുടങ്ങി. ഈ നോമ്പിൻ്റെ കാലയളവിൽ കന്യമറിയാമിൻ്റെ ഉള്ളിൽ യേശു എങ്ങനെ വളർന്നതുപോലെ എന്നിലും വളരണമേ, എന്നിട്ട് എന്നെ കാണാനൊരു സ്വർഗ്ഗത്തിലെ അപ്പച്ചനൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സന്ദർശനത്തിന്
രക്ഷ നൽകുന്ന ഒരു ലാഭം കൂടിയുണ്ട്. ദൈവം നമ്മളെ സന്ദർശിക്കുന്നത് നമ്മളെ രക്ഷിക്കാനും കൂടിയാണ്. അപ്പോൾ അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്ന നമ്മളെ രക്ഷിക്കാൻ വരുന്ന പിതാവ് അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്നിടം വരെ നമ്മളെ സന്ദർശിക്കാൻ വരും. 49 സങ്കീർത്തന പ്രകാരം സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പിശാചിൻ്റെ ശത്രുവിൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ പ്രാണനെ അവൻ്റെ കയ്യിൽ നിന്ന് പകരം കൊടുത്ത് വീണ്ടെടുത്ത് പുത്രൻ്റെ ഉള്ളിലാക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹം. അപ്പോൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിൽ പോയ പ്രാണനെ വിഴുങ്ങിയിരിക്കുന്ന ഭൂതങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിനെ തിരികെടുക്കുക. അപ്പോൾ ശത്രു പിശാച് തിന്മ അപഹരിച്ചിരിക്കുന്നതായ നമ്മുടെ വിലയേറിയ പ്രാണനെ അവൻ്റെ ഉള്ളിൽ നിന്ന് ബലാത്കാരം ചെയ്ത് തിരികെ വാങ്ങിച്ച് ഒടയക്കാരനായ കർത്താവിൻ്റെ ഉള്ളിലാക്കുന്നതാണ് അവൻ്റെ അടുത്തെന്ന് പറയുന്ന അനുഭവം. അപ്പോൾ പിതാവായ ദൈവതമ്പുരാൻ പ്രവാചകരിലൂടെ നമ്മളെ സന്ദർശിക്കുന്നത് പാതാളത്തിൽ പോയിരിക്കുന്ന പ്രാണനെ രക്ഷിച്ച് പുത്രൻ്റെ ഉള്ളിലാക്കാനാണ്. ആ രക്ഷ എത്ര ശതമാനം നമുക്കായി? സ്വയപരിശോധനാ സഹായി നീ എൻ്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാണൻ രക്ഷപ്പെട്ടിട്ട് 100% യേശുവിൻ്റെ മാറിലെത്തിയോ? അതിനാണ് യേശു വന്നത്. യേശു ക്രിസ്തുവിനെ പിതാവ് അയച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാണൻ 100% യേശുവിലായില്ല? കൃപായുഗം നീട്ടി നീട്ടി നമുക്കായി കാത്തിരിക്കുക. അപ്പം ദൈവം നമ്മളെ സന്ദർശിച്ച് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രക്ഷയുടെ അനുഭവം അനേകം കിട്ടിക്കഴിഞ്ഞ കാര്യം പ്രവാചകൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ ആ കൂട്ടത്തിൽ കണ്ടോ, കാണാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ സക്കറിയ പുരോഹിതൻ സക്കറിയ പ്രവാചകനായി നടത്തിയ പ്രവചനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം നടന്ന സംഭവം പോലെ കാണുന്നു. നമ്മളിപ്പോൾ ഈ കാര്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ സന്ദർശിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വർദ്ധിച്ച് നമുക്കും പ്രവാചകരായി ഉയരാൻ സാധിക്കും, വളരാൻ സാധിക്കും എന്നുള്ള കാര്യവും നമുക്ക് പ്രത്യാശിക്കുവാനാകട്ടെ. അപ്പോൾ രക്ഷ എന്നുള്ള വാക്ക് ആദ്യമായി ഈ പ്രവാചകൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത് പാതാളത്തിൽ നിന്ന് നമ്മുടെ പ്രാണന്റെ രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രാണൻ പാതാളത്തിലായിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത വെളിപ്പാട്. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യമുള്ള തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മാതിരി മല്ലിയതുപോലെ തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്ക് ആ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. രക്ഷ എന്നുള്ള വാക്ക് രണ്ടാമത് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ രക്ഷയുടെ ഓരോ വശങ്ങൾ പ്രവാചകൻ കണ്ട് ഇവിടെ അരുളി ചെയ്യുകയാണ്. രക്ഷയ്ക്ക് അനേക വശങ്ങളുണ്ട്. രക്ഷ എന്ന വാക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രവാചകൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രക്ഷ വേണ്ടത് ശത്രുക്കളിൽ നിന്നാണ്. പാതാളത്തിൽ നിന്നുള്ളതായ രക്ഷ, ശത്രുക്കളിൽ നിന്നുള്ളതായ രക്ഷ, വിരോധികളിൽ നിന്നുള്ളതായ രക്ഷ. അപ്പം ശത്രുക്കളിൽ നിന്നും വിരോധികളിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നുള്ളതായ രക്ഷ നമ്മളെ വീണ്ടെടുത്ത് ആ അനുഭവത്തിലാക്കുന്ന വിശുദ്ധ പ്രവാചകന്മാർ മാത്രം അരുളിയതുപോലെ തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പം രക്ഷയുടെ കൊമ്പ് ഉയർത്തി കാണിച്ച ആ ദൈവത്തെ ഈ പ്രവാചകൻ കാണുകയാണ്. നമുക്കങ്ങ് രക്ഷയുടെ കൊമ്പ് ഉയർന്ന് ആ കൊമ്പിൻ്റെ രക്ഷയുടെ ഫലങ്ങൾ ആസ്വദിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാ കാലത്തിലും എല്ലാ തലമുറയിലും ശത്രുക്കളിൽ നിന്നും വിരോധികളിൽ നിന്നുമുള്ള രക്ഷ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കുണ്ടാകാവുന്നൊരു സംശയം, ഈ സർവശക്തനായ ദൈവതമ്പുരാനെ ഈ ശത്രുക്കളെയും വിരോധികളെയും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അവരെ നശിപ്പിച്ചാൽ പോരെ, പിന്നെ അപ്പോൾ നമുക്ക് ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാകുകയില്ലല്ലോ. ഈ ശത്രു ഉണ്ടാകാൻ അനുവദിച്ചിട്ട് ശത്രുക്കളും വിരോധികളും അവർ സുഖമായിട്ട് കഴിയുന്നു, ജീവിക്കുന്നു. അവർക്ക് തോന്നിയ മാസം എന്തും ചെയ്യാം, എന്തും പറയാം, എതിലേയും പോകാം, ആരെയും എന്തും കാണിക്കാം. ഇതെല്ലാം പിതാവ് അനുവദിച്ചിട്ട് അവർ നടുതി നമ്മളെ കൊണ്ട് സൃഷ്ടിച്ചേച്ച് രക്ഷിക്കാൻ വരുന്നതിന് അതിൻ്റെ പ്രസക്തി എന്താണ്? നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്. എന്താ ഈ ശത്രുക്കളുടെ ആവശ്യം എന്താ? നല്ലവനായ ദൈവത്തിൻ്റെ കടന്ന ബുദ്ധിയിൽ ഈ ശത്രുക്കൾക്കും ആവശ്യമുണ്ട്, പ്രയോജനമുണ്ട്. ശത്രുക്കളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ശത്രുക്കൾക്ക് വേണ്ടി നന്ദി പറഞ്ഞിട്ടുണ്ടോ?
ശത്രു ഒന്ന് മുടിഞ്ഞ് കെട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ വിചാരം. ശത്രുക്കൾ ഒന്ന് തകർന്നു പോയിരുന്നേ കൊള്ളായിരുന്നു, അവരങ്ങ് ഇല്ലാതായിരുന്നേ കൊള്ളായിരുന്നു. മഹാശല്യമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയിരിക്കുന്നത്. ശത്രുക്കൾ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? ഈ സ്വർഗസ്ഥനായ സർവശക്തനായ പിതാവായ ദൈവനമ്പുരാനാണ് ഏറ്റവും അധികം ശത്രുക്കൾ ഉള്ളതെന്ന് നമുക്കറിയാവും. ദൈവനമ്പുരാൻ എങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടായത്? നല്ലവനായ ദൈവം, സർവശക്തനായ ദൈവം, സർവ്വവല്ലഭനായ ദൈവനമ്പുരാന് എന്തുമാത്രം ശത്രുക്കളുണ്ടെന്നറിയാവും? കോടിക്കണക്കിന് ശത്രുക്കൾ. അവരെങ്ങനെയാണ് ശത്രുക്കളായത്? നന്മ മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ശക്തികളും ഏറ്റുവാങ്ങി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മലാഹമാർ അവർ ശത്രുക്കളായി മാറി. ചിറകുടർത്തി മറിക്കുന്ന കരൂപ് ദൈവനമ്പുരാൻ്റെ നവരത്നങ്ങളും പൊന്നും ബുദ്ധിയും സൗന്ദര്യവും ശക്തിയും എല്ലാം ആർജിച്ച് ദൈവനമ്പുരാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ആളാണ് ഈ പിശാചികളെല്ലാം തലവനായിരിക്കുന്ന ആൾ. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഏറ്റവും അധികം ദാനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് ഏറ്റവും വലിയ ശത്രുക്കളാകാൻ സാധ്യതയുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവർ, ഏറ്റവും അധികം ശക്തരാകുന്നവർ, ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് ശത്രുവാകാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം അതെല്ലാം കൈ കിട്ടി കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള ഒരു പരീക്ഷ എല്ലാവർക്കും വരും. അതാണ് സ്വയമെന്നും ജഡമെന്നും അതിൻ്റെ പേര്. യഹസ്കേൽ 28:12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ചെറിയുടെ അട്ടിമറിക്കുന്ന കരൂപിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അവൻ ഏതന്തോട്ടത്തിലായിരുന്നു, ഏതന്തോട്ടം മുഴുവൻ അവൻ്റെ കയ്യിലായിരുന്നു. ദൈവനമ്പുരാൻ്റെ എല്ലാ കാര്യവും ഇവനെ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. നവരക്തങ്ങൾ മുഴുവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. നല്ല ഒന്നാന്തരമായിട്ട് പാടാനറിയാം, പ്രസംഗിക്കാനറിയാം. ദൈവത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തതാണ്. അവന് ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നാണ് പറയുന്നത്. അവൻ്റെ വ്യാപാരം, ദൈവനമ്പുരാൻ്റെ ബിസിനസ് മുഴുവൻ നടത്തിക്കൊണ്ടിരുന്ന ഇയാളാണ്. വ്യാപാരത്തിൻ്റെ വലുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞിട്ട് അവൻ അശുദ്ധനായിട്ട് അശുദ്ധാത്മാവായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അശുദ്ധിയെന്നും പാപമെന്നും ശത്രുതയെന്നൊക്കെ പറയുന്നത് സ്നേഹിതരിൽ കൂടി ഉണ്ടാകുന്നത് അനുഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനായി, ദൈവത്തിൻ്റെ സഹായിയായി, ദൈവത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്, വ്യാപാരത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒക്കെ ഉപയോഗിച്ച ആളാണ് ഈ ചെറിയ മറിക്കുന്ന കരൂപൻ. ഇവൻ്റെ എല്ലാം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അഹങ്കാരം ഉണ്ടാവുകയാണ്. ഈ ദൈവനമ്പുരാനില്ലാത്ത എന്നെ കൊണ്ടാണ് ജയിപ്പിക്കുന്നത്, എന്നാൽ പിന്നെ ആ കസേരയോട് ഇങ്ങോട്ട് തന്നുകൂടെ, എല്ലാം എന്നെ കൊണ്ട് ജയിക്കാം. പിന്നെ ആ കസേരയിൽ നിന്നങ്ങോട്ട് മാറി എന്നിട്ട് ആ കസേരയോട് ഞങ്ങൾ ഇരുത്തിയാലെന്നാ? ഇയാൾ ഒത്തിരി നാളായില്ലേ ഇവിടെ ഇരിപ്പ് തുടങ്ങിയിട്ട്, കിളവനായില്ലേ, മാറി എന്നിട്ട് എന്നെ കൊണ്ട് എല്ലാം എന്നെ ജയിപ്പിക്കാത്തത് എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ ശത്രുത ആരംഭിച്ചത് അശുദ്ധിയിൽ കൂടിയാണ്. വ്യാപാരത്തിൻ്റെ വലുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാമെന്ന ഉള്ളൊരു തൻ്റെ ഇടമാണ്. ശക്തി കിട്ടിക്കഴിയുമ്പോൾ ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും എല്ലാം കൂടെ ഒത്ത് ഒരാളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ആകാമെന്നുള്ളൊരു ചിന്തയാണ്. അതുതന്നെയാണ് ആ മലഹായിക്കും സംഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയതിനൊന്നും നന്ദിയില്ല. കിട്ടാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്, അത് കസേരയാണ്. ഈ ദൈവനമ്പുരാൻ്റെ കസേരയോടെ ഇങ്ങോട്ട് കിട്ടിയാൽ എന്താ, അതിങ്ങോട്ട് തന്നാലെന്താ? ഇതേ മനോഭാവം വീട്ടിലും ഉണ്ടാവും. മക്കൾ പ്രായപൂർത്തിയായി വിദ്യാഭ്യാസമായി സൗന്ദര്യമായി തൻ്റെ ഇടമായി കഴിയുമ്പോൾ അപ്പം അങ്ങോട്ട് മാറി നിന്നാൽ എന്നെ കൊണ്ട് തന്നെ എല്ലാം ജയിപ്പിക്കാത്ത, എല്ലാം എന്നെ കൊണ്ട് തന്നെ ജയിപ്പിക്കാത്ത, എല്ലാം എന്നെ ജയിപ്പിക്കാത്ത തന്നെ. ഇങ്ങനെ ഒത്തിരി നാളായല്ലേ പരിപാടി തുടങ്ങിയിട്ട്. അതേ മനോഭാവം മക്കൾക്കും വരിക, കൊച്ചുമക്കൾക്കും വരിക. എന്നിട്ട് അപ്പനെ അമ്മയും തഴയുക, അവർ കയറി അങ്ങ് എടുക്കുക, അവർ തന്നെ അങ്ങ് ഭരിക്കുക, അവർ തന്നെ ഓരോ തീരുമാനങ്ങൾ നടത്തുക. ഇതെല്ലാ തലമുറയിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണെന്നാണ് പറയുക. അങ്ങനെയാണ് നമ്മൾ ശത്രുക്കളായിട്ട് അരിഷ്ടാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ദൈവനമ്പുരാൻ ഇവനെ ശാസിച്ചു, ശത്രുവായി അവനെ താഴെ വീഴ്ച എന്നാണ് പറയുന്നത്. കത്തിച്ച് കളയാനായിട്ടുള്ള കോടതി വിധി ഉണ്ടായി. പക്ഷെ ഇതുവരെ കത്തിച്ചിട്ടില്ല. അവൻ്റെ കൊതി തീരെ ഭരിക്കാൻ വേണ്ടി അവനെ ലോകത്തിലിട്ടിരിക്കുന്നു. ദൈവനമ്പുരാൻ്റെ കടന്ന ബുദ്ധികളാണിത്. ശത്രുവിനെ കത്തിക്കാൻ പരിപാടിയുണ്ട്, കത്തിച്ചിട്ടില്ല. അവനെ കൊണ്ട് ഇപ്പോഴും പണിയിപ്പിക്കുക, അവനെ അറിയാവുന്ന പണി അവനെ കൊണ്ട് പണിയിപ്പിക്കുക. ഈ മനോഭാവം നമുക്കുണ്ടോ? അപ്പം നമ്മൾ എപ്പം വേണമെങ്കിലും ദൈവത്തിൻ്റെ ശത്രുവാകാം. നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി പിറന്നവരാണ്. നമുക്ക് ദൈവത്തിൻ്റെ മിത്രമാകണമെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനിൽ കൂടെ മാത്രമേ ഇനി മിത്രമാകാനൊക്കെ ഉള്ളൂ. മിത്രമായാൽ പിന്നെ എപ്പം വേണമെങ്കിലും ശത്രുവാകാം.
ഈ സാധ്യത എന്നും നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് എന്നും അനുദപിക്കുക, സ്വയപരിശോധന ചെയ്യുക, ആരാധിക്കുക, ദൈവസന്നിധിയിൽ വരിക ഒക്കെ എന്നും ആവർത്തിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ശത്രുവായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നതിന് ശത്രുക്കളിൽ നിന്നും വിരോധികളിൽ നിന്നുള്ളതാണ് രക്ഷ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും രക്ഷ ആവശ്യമുള്ള മണ്ഡലമാണ് ശത്രുതയും വിരോധവും. വിരോധവും ശത്രുതയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം, ആരോട് വേണമെങ്കിലും ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് ആരാധിച്ച് അതിനെ ജയിക്കണം. ശത്രുതയുണ്ടായാൽ അന്നേരം തന്നെ കർത്താവേ, എനിക്ക് ശത്രുതയുടെ അരിഷ്ടതാവസ്ഥ വന്നിരിക്കുന്നു. ആരോടെങ്കിലും എന്തിനെങ്കിലും വിരോധം തോന്നിയാൽ ദൈവത്തോട് തന്നെ വിരോധം തോന്നാം. കാരണം നമ്മുടെ ആഗ്രഹത്തിലെല്ലാം ദൈവം കൂട്ടു നിൽക്കുന്നില്ല എന്നും ദൈവത്തെ തന്നെ ശത്രുവായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം. ദൈവം സർവശക്തനായിട്ട് എൻ്റെ ആഗ്രഹം എല്ലാം സാധിക്കാത്ത തന്നെ എന്നൊക്കെ തോന്നുന്നു, ദൈവത്തോടും പരിഭവം തോന്നാം. അപ്പോൾ ശത്രുതയിൽ നിന്നും വിരോധത്തിൽ നിന്നുള്ളതായ രക്ഷ എല്ലാ തലമുറയിലും, എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ വീടുകളിലും ആവശ്യമുള്ള കാര്യമാണ്. ഏറ്റവും അധികം ശത്രുതയും വിരോധം ഉണ്ടാകുന്ന വീടുകളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് അന്നന്ന് വചനപ്രകാരം ആരാധനയിലൂടെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവസാനം എന്തെങ്കിലും പൊട്ടിത്തെറിക്കും. അഗ്നിമോദം പൊട്ടുന്ന പോലെ എന്തെങ്കിലും പൊട്ടും, കഥയും കഴിയും. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ശത്രുതയിൽ നിന്നും വിരോധങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ രക്ഷിച്ച് ആരാധനയുടെ മണ്ഡലത്തിൽ നമ്മളെ ഹൃദയത്തെ പിടിച്ചു നിർത്തണം. അതുകൊണ്ടാണ് നിൻ സ്തുതിയും ഹല്ലേലൂയ നിർത്തരുത് എന്ന് പിതാക്കന്മാർ പാടിയത്. അപ്പോൾ ആരാധനയും സ്തുതിയും സ്നേഹവും നിലനിർത്താൻ ഒത്തിരി പോരാട്ടം ആവശ്യമാണ്. ആ പോരാട്ടത്തിൽ മാത്രമേ സ്നേഹം നിലനിർത്താനൊക്കെ ഉള്ളൂ, ബന്ധം നിലനിർത്താനൊക്കെ ഉള്ളൂ. ബന്ധം ഉണ്ടാകുക എന്നുള്ള കാര്യം ദൈവം ദാനമായി തരുന്നതാണ്. പക്ഷെ ബന്ധം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചുമതലയുമാണ്. അപ്പോൾ സ്വർഗവുമായി നമ്മളെ ബന്ധിപ്പിക്കാൻ വേണ്ടി പുത്രനെ നമുക്ക് തന്നു. പുത്രൻ മുഖാന്തരം സ്വർഗവുമായി ബന്ധം പുലർത്താനുള്ള സാഹചര്യം നമുക്ക് ലഭിച്ചു. പക്ഷേ അതെപ്പം വേണമെങ്കിലും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കൂടെ കൂടെ പുതുക്കിക്കൊണ്ടു പോകാൻ നമ്മുടെ ആരാധന ഉതകുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ശത്രുക്കളിൽ നിന്നും സകല വിരോധികളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണ് ആദ്യമുള്ള വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരമല്ല ഇതുപോലെ എന്ന് ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ മുമ്പ് ഉയർന്നിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ കുടുംബം നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു വെക്കുന്ന യേശുവിനെ നമ്മുടെ കുടുംബത്തിലും ജനിപ്പിക്കണം. ദാവീദിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ച യേശുവിനെ ഓർപ്പിക്കുന്നതുമാണ് സുവിശേഷമെന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനെ എഴുതുന്നുണ്ട്. അപ്പം നമുക്കും ദാവീദിൻ്റെ കുടുംബമാകാൻ സാധിക്കും. യേശു നമ്മൾ ജനിക്കാൻ നമ്മൾ അനുവദിച്ചാൽ, ആ യേശുവിനെ നമ്മൾ വളർത്തിയാൽ, നമ്മൾ യേശുവിൻ്റെ രക്ഷയുടെ വേദിയായി മാറുന്നു. രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്ന ആ കാര്യം സക്കറിയ പുരോഹിതൻ കാണുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ അവൻ കരുണ ചെയ്യുകയും നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവൻ നീതിയോടും ന്യായത്തോടുകൂടി തിരുമുമ്പിൽ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന കാര്യം വീണ്ടും ഇതാ അവിടെ ആവർത്തിച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധ നിയമങ്ങളും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ളതായ വാഗ്ദാനങ്ങളും അവൻ ഓർത്തിരിക്കുന്നു. ശിശുവേ, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ നീ അവന് മുമ്പേ പോകും. പാപമോചനം മൂലമുള്ള രക്ഷയെക്കുറിച്ച് അവൻ്റെ ജനത്തിന് അറിവ് നൽകുവാൻ തന്നെ രക്ഷയെന്ന് പറഞ്ഞ വാക്ക് വീണ്ടും വന്നിരിക്കുന്നു. രക്ഷയുടെ മറ്റൊരു വശം പാപമോചനത്തിൽ കൂടെ കിട്ടുന്ന രക്ഷ. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഉള്ളതായ രക്ഷയ്ക്ക് ഇവിടെ ഇത് ഊന്നൽ കൊടുക്കുന്നു. പാപമോചനം മൂലമുള്ള രക്ഷ, ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ, വിരോധികളിൽ നിന്നുള്ള രക്ഷ, ഇവിടെ ഇതാ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ, പാതാളത്തിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ രക്ഷയ്ക്ക് ഇങ്ങനെയെല്ലാം വശങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആദ്യം നടക്കേണ്ടത്. നമ്മുടെ വിചാരം ഒരു അസുഖം വന്നാൽ ഉടനെ മാറിയാൽ അതൊരു രക്ഷയാണെന്ന് വിചാരിക്കുന്നു. ദരിദ്രരായിരിക്കുന്നവർക്ക് നല്ല പണം കിട്ടിയാൽ, ധാരാളം പണം കിട്ടിയാൽ രക്ഷയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഉണ്ടാകേണ്ട രക്ഷ പ്രാണരക്ഷയാണ്. പ്രാണരക്ഷയ്ക്ക് ശേഷം സൗഖ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും മാനത്തിൻ്റെയും ഒക്കെ രക്ഷ കിട്ടിയെങ്കിലേ പ്രയോജനപ്പെടുത്താൻ അത്, അല്ലെങ്കിൽ നമ്മളെ അത് ശത്രുക്കളാക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ പ്രാണരക്ഷയുടെ യേശുവിൻ്റെ ഉള്ളിലാകുന്ന ആ രക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കർത്താവ് തന്നെ തരികയാണ്. നമ്മൾ കയറിയെടുത്താൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്.
ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയൻപുത്രനെ അവൻ വിചാരിച്ചു എൻ്റെ അവകാശം വസ്തുവായിട്ട് കിടക്കുകയാണ്, അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അത് സ്വന്തമാക്കിയിട്ട് സ്വന്തം പേരിൽ എഴുതിച്ചിട്ട് അതിനെ വിറ്റിട്ട് അത് ലിക്വിഡ് കാഷായിട്ട് എൻ്റെ പോക്കറ്റിലെ പൈസ ആയിട്ട് അതിനെ മാറ്റാമെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് വിചാരം. വീട്ടിലെ താമസം ഒരു അരക്ഷിതാവസ്ഥയായിട്ടാണ് തോന്നി. അപ്പൻ്റെ നിയമങ്ങൾ, അപ്പൻ്റെ ചട്ടങ്ങൾ അവൻ അരക്ഷിതാവസ്ഥയായിട്ടാണ് തോന്നിയത്. ഈ അപ്പൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാമെങ്കിൽ, അല്ലെങ്കിൽ എവിടെ നിന്ന് പോയേക്കാമെങ്കിൽ, സ്വതന്ത്രമായി ആരും നിയന്ത്രിക്കാനില്ലാത്ത സാഹചര്യം സ്വർഗമാണെന്ന് അവൻ വിചാരിക്കുക. അപ്പൻ അതിന് തടസ്സം നിന്നില്ല. അവൻ പോയി പഠിച്ചു വരട്ടെന്ന് വിചാരിച്ചു. പറഞ്ഞാൽ മനസ്സിലാകാത്തവരെ അഴിച്ചങ്ങൂടും. അവൻ പോയി അവൻ്റെ ഇഷ്ടപ്രകാരം കൂട്ടുകാരുകൂടി അവൻ്റെ കിട്ടിയ പണമെല്ലാം ദുർവിനിയോഗം ചെയ്തു. അവൻ വിചാരിച്ച് രക്ഷപ്പെട്ടെന്നാണ് വിചാരിച്ചത്. വീട്ടിൽ നിന്ന് അപ്പൻ സ്വത്ത് കൊടുത്തപ്പം അത് വാങ്ങിക്കാൻ ആളിനെ കിട്ടിയപ്പോൾ അതിനെ മുഴുവൻ പൈസയാക്കി കൈ കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് അവൻ്റെ വിചാരം. അവൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കൈ കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അവൻ ഇഷ്ടപ്പെട്ടവരുടെ എല്ലാം താമസിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്ന് തോന്നി. പക്ഷെ അവസാനം ആരും ഇല്ലാതായി. പന്നി തീറ്റുന്ന ജോലിക്ക് പോകേണ്ടി വന്നു. പന്നിയുടെ വാടകരെയും കിട്ടാതായി. അന്നേരം മനസ്സിലായ വാസ്തവത്തിൽ ഇപ്പോഴാണല്ലോ വീടിൻ്റെ വില മനസ്സിലായത്, അപ്പൻ്റെ വില മനസ്സിലായി, അപ്പൻ്റെ നിയമങ്ങളുടെ വില ഇപ്പോഴാണ് മനസ്സിലായി. വീടൊരു സ്വർഗമായിരുന്നല്ലോ, അപ്പൻ നല്ലൊരപ്പനായിരുന്നല്ലോ, അപ്പൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എനിക്കിത് വരാതിരിക്കാനായിരുന്നല്ലോ. അവൻ്റെ മനസ്സ് വീട്ടിലേക്ക് തിരികെ പോയി. ശരീരം പന്നിക്കൂട്ടി തന്നെയാണെങ്കിലും ആദ്യം മനസ്സ് അവിടേക്ക് പോയി. മനസ്സെത്തിയിടത്തേക്ക് അവൻ്റെ ശരീരം എത്തിച്ചേർന്നപ്പോൾ അവന് പുതിയ സന്തോഷം ലഭിച്ചു തുടങ്ങി എന്നാണ് ലൂക്കോസിന് ശേഷം 15-ാം തീയതി വായിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യം നടക്കേണ്ട രക്ഷ. മിഥ്യാബോധത്തിൽ നിന്നുള്ള രക്ഷ, അത്യാഗ്രഹത്തിൽ നിന്നുള്ള രക്ഷ. ദൈവകോപം വരുത്തുന്നത് മോഹങ്ങളാണെന്ന് 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങളുണ്ട്. ജഡമോഹം, കൺമോഹം ജീവിതത്തിൻ്റെ പ്രതാപം. ഈ മോഹം ഗർഭം ധരിച്ച് പാവത്തെയും പാവമെടുത്ത് നണ്ടത്തെയും പ്രസവിക്കുന്നു. ഈ 3 കൂട്ടം കാര്യത്തെ സ്നേഹിക്കുന്നവർ, ലോകത്തെ സ്നേഹിക്കുന്നവർ പിതാവിൻ്റെ സ്നേഹം ഇല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പിതാവിൻ്റെ ശത്രുവാക്കുന്നത്, പിതാവ് വെറുക്കുന്ന മോഹങ്ങൾക്ക് നമ്മൾ അധീനരാകുമ്പോൾ നമ്മൾ ശത്രുക്കളായി. മോഹം ഗർഭം ധരിച്ച് പാവത്തെയും പാവമെടുത്ത് നണ്ടത്തെയും പ്രസവിക്കുന്നു. മരിച്ച് ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ദേഹം മാറുന്നു. അതിനെ ദൈവം വെറുക്കുന്നു. ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരുന്നത്. അത് മാറിക്കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയവും രക്ഷയും ഏറ്റുവാങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ തേടി പിന്നെ വരികയാണ്. അപ്പോൾ രക്ഷ എന്നുള്ള വാക്ക് ഇതാ വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷയുടെ വിവിധ വശങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ നീ അവന് മുമ്പേ പോകും. പാപമോചനം മുതലുള്ള രക്ഷയെക്കുറിച്ച് അവന് ജനത്തിന് അറിവ് നൽകുവാൻ തന്നെ. അപ്പോൾ രക്ഷയ്ക്ക് ആവശ്യമുള്ള അറിവുണ്ട്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് വരുന്ന ഒരു അരക്ഷിതാവസ്ഥയാണ്. അജ്ഞത എന്ന് പറയുന്ന ഒരു അരക്ഷിതാവസ്ഥയാണ്. രക്ഷയെക്കുറിച്ചുള്ളതായ അറിവ്, അതാണ് സുവിശേഷം. സുവിശേഷത്തിലൂടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ബോധ്യമാകുക, രക്ഷിക്കുന്ന ദൈവവചനം തരുന്ന പരിജ്ഞാനം, അത് നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും രക്ഷയിലേക്കും ആനയിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്താൽ ഉന്നതത്തിൽ നിന്ന് ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുട്ടിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. അപ്പോൾ സമാധാന മാർഗത്തിലേക്ക് പാദം നയിക്കപ്പെടുന്ന അനുഭവം ഈ സക്കറിയ പ്രവാചകൻ കണ്ടു. അനേകർ ആ പാതയിൽ സഞ്ചരിക്കുന്നത് നേരത്തെ തന്നെ ഈ പ്രവാചകൻ കണ്ട് സന്തോഷിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോവുകയാണല്ലോ. പക്ഷെ നമുക്ക് സംഭവിച്ചു. അപ്പോൾ പാദങ്ങൾ സമാധാന മാർഗത്തിൽ നയിക്കപ്പെടുന്നതിന് മുമ്പ് സമാധാനമായ യേശു തന്നെ നമ്മുടെ സ്വന്തമായതിന് ശേഷം, ആ യേശുവിൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം കർത്താവ് പറയുമ്പോൾ എഴുന്നേൽക്കുമ്പോഴാണ് ആ പാദത്തിൽ ഊന്നി നിന്നിട്ട് പിന്നെ കർത്താവിൻ്റെ കൂടെ മുഖമേറ്റ് നടക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ നടപ്പ് പിതാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന പുത്രനോടൊപ്പം പുത്രൻ്റെ തോളും നമ്മുടെ തോളും ഒരേ ലെവലിൽ വളരുമ്പോഴേ ഈ മുഖം കർത്താവ് വെക്കുകയുള്ളൂ. അങ്ങനെ ഒരേ ലെവലിലാകുന്ന തോൾ വെക്കുന്ന മുഖം നല്ല സുഖകരമായിരിക്കും. പക്ഷേ 2 പൊക്കമുള്ളതായ കാളകളെ മുഖം വെച്ച് പണിയിപ്പിക്കാൻ ശ്രമിച്ചാൽ കൊച്ചു കാളയ്ക്ക് ഭയങ്കര ഭാരമായിരിക്കും. മുഖം അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കും. അതിന് ഓവർ ബേർഡനാവും. അത് വീഴും ഈ മുഖം കൊണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒടേക്കാരൻ പൊക്കം കുറഞ്ഞ ആളെയും പൊക്കം കൂടിയ ആളെയും തമ്മിൽ ഒരിക്കലും മുഖം നിർത്തുകയില്ല. നമ്മൾ ചിലപ്പോൾ അവിവേകം കൊണ്ട് അങ്ങനെയുള്ളതൊന്നും കയറിയെടുത്തൊന്നിരിക്കും. അതുകൊണ്ട് നമ്മളൊരു മുഖവും കയറിയെടുക്കാതെ
സ്വർഗത്തിലെ പിതാവ് നമ്മുടെ കഴുത്തിൽ മുഖം വെക്കുന്നിടം വരെ കാത്തിരിക്കണമെന്നാണ്. അതുവരെ വളരണം. സമയമാകുന്നതിന് മുമ്പ് ഒന്നും മോഹിക്കരുത്, ഒന്നും ആഗ്രഹിക്കരുത്, ഒന്നും എടുക്കുകയും വരുത്. സമയമാകുന്നവരെ വളരുക, കൂടെ ഇരിക്കുക. സ്വർഗത്തിലെ പിതാവിൻ്റെ കൂടെ ഇരുന്ന് നീതി ലഭിക്കുന്ന ഒരു വളർച്ചയുണ്ട്. അങ്ങനെ പിതാവിൻ്റെ കൂടെ മറഞ്ഞിരുന്ന് പിതാവിന് തൃപ്തിയാകുമ്പോൾ പിതാവ് പുത്രനെ നമുക്ക് തരുന്ന ഒരനുഭവം. പുത്രനെ കിട്ടിക്കഴിഞ്ഞാൽ പുത്രൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കാലം. പുത്രൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പുത്രനോട് നമ്മൾ വളർന്നു എന്ന് ബോധ്യമാകുമ്പോഴാണ് എഴുന്നേക്കാൻ പറയും. ഒന്നിച്ച് നിന്ന് നോക്കും, കണ്ടോ എൻ്റെ തോടും നിന്റെ തോടും ഒരുപോലെ ആയല്ലോ, നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു മുഖം വെക്കാമെന്ന് പറയും. എന്നിട്ട് ആ കഴുത്തിൻ്റെ അളവെടുക്കും. അതേ അളവിൽ അതേ ഷേപ്പിൽ വളരെ മനോഹരമായ ഒരു മുഖം ഉണ്ടാക്കിയിട്ട് ആ കഴുത്തിലോട്ട് വെക്കും. കർത്താവിൻ്റെ കഴുത്തിലും കൂടെ മറ്റേ നോക്കും. രണ്ടുപേരും കൂടെ അങ്ങ് നടക്കുക. ആ നടപ്പ് വളരെ സുഖകരമായിരിക്കും, രസകരമായിരിക്കും. മൃദുവായ മുഖവും ലഘുവായ ചുമടുമായിരിക്കും. പിശാച് വെക്കുന്ന മുഖം നമ്മളുടെ കഴുത്തെ വെച്ചാൽ കഴുത്ത് പൊട്ടും, വ്രണമാകും, ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ അവൻ അഴിച്ചു വിടുകയില്ല, അടിച്ചുകൊണ്ടിരിക്കും. ചുമക്കടാ വലിക്കടാ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. പുറത്തും വേദന, കഴുത്തേലും വേദന, അടി കൊള്ളുന്നിടത്തും വേദന, അടിമത്തത്തിൻ്റെ വേദനയായിരിക്കും. എന്നാൽ കർത്താവ് നമുക്ക് മുഖം തരുന്നത് പ്രായപൂർത്തിയായിട്ട് മാത്രം, കർത്താവിനോളം വളർന്നതിന് ശേഷം മാത്രം. അതുകൊണ്ട് നമ്മൾ യേശുവിനെ പോലെ ആകുക, യേശുവിനോളം വളരുക എന്നുള്ളതാണ് ഒന്നാമത്. അതുവരെ എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് അപ്പച്ചൻ്റെ കൂടെ ഇരിക്കണം, പുത്രൻ്റെ കൂടെ ഇരിക്കണം, പരിശുദ്ധാത്മാവെന്ന് അറിയണം. ഇത് മാത്രം ആഗ്രഹിച്ചാൽ മതി. അങ്ങനെ നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ആസ്വദിച്ചതിന് ശേഷം ക്രിസ്തുവിനെ സേവിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മൾ എഴുന്നേൽപ്പിക്കും, നിർത്തും, മുഖം വെക്കും, നടന്നോളാൻ പറയും, നമുക്ക് ഒന്നിച്ച് നടക്കാമെന്ന് പറയും. അത് വളരെ രസകരമായിരിക്കും. അതുവരെയും നമ്മൾ അമിതമായി ആരെയും ഒന്നിനെയും ആശ്രയിക്കരുത്. കിട്ടിയ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മൾ വളരുക. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബമായി വളരുക. നമ്മുടെ ദേഹവും ദേഹി ആത്മാവും പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് വസിക്കാൻ പറ്റിയ വീടായി മാറുക. ബാക്കി ആരും ദൈവം നോക്കിക്കൊള്ളും. ഈ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ കാണണമെന്നാണ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചപ്പോൾ പ്രവാചകനായിത്തീരുന്ന സക്കറിയ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. സമാധാനത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ജന്മദിവസം പ്രവാചകനായി ഉയർത്തപ്പെട്ട സക്കറിയ പുരോഹിതൻ്റെ പ്രവചനം ഞങ്ങൾ കേട്ടു. ഞങ്ങളെയും ഇതുപോലെ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ പ്രവാചകരാക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷ ആവശ്യമുള്ള അനേക വശങ്ങളുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് പലതരം അരക്ഷിതാവസ്ഥകളുണ്ട്. ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവും പലതരത്തിലുള്ളതായ അരക്ഷിതാവസ്ഥകൾ, പലതരത്തിലുള്ളതായ ശത്രുതകൾ, പലതരത്തിലുള്ളതായ വിരോധങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനെ ഞങ്ങൾ ഇതുവരെയും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല സമ്മതിക്കുന്നു. അങ്ങനെ ആ കോടിക്കണക്കിന് മാലാഖമാർ ശത്രുക്കളായി ആ ശത്രുക്കളെ കത്തിക്കാനിട്ടിരിക്കുന്നതിൽ ഇവരെയും കത്തിക്കാതെ അവരെ കൊണ്ട് അവർക്കറിയാവുന്ന പണി ചെയ്യിപ്പിക്കുന്ന ആ സൽഗുണപൂർണനായ പിതാവിൻ്റെ സ്വഭാവം ഞങ്ങൾക്കില്ല. അങ്ങനെ ശത്രുവായി പോയിട്ടും കത്തിക്കാനായിട്ട് വിധിയുണ്ടായിട്ടും അവർ കത്തുന്നിടം വരെ അവരെ പ്രയോജനപ്പെടുത്തുന്നതായ പിതാവിൻ്റെ ആ ദീർഘക്ഷമ ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങളെ യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളെ കർത്താവ് കരുതിയിരിക്കുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഒന്നുകൂടി ഓർക്കുകയാണ്. പാലും തേനും ഒഴുകുന്ന ദേശത്ത്, കനാൻ ദേശത്ത് ഇസ്രായേൽക്കാർ എത്തിയെങ്കിലും അവരെ നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടി തിന്മപ്പെട്ടവരെ അയൽവക്കത്ത് ഇട്ടിരുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഞങ്ങൾ യുദ്ധം ജയിക്കുവാൻ തക്കവണ്ണം നന്മയാൽ തിന്മയെ ജയിക്കുന്ന, തിന്മയെ തല്ലി നന്മയെ തടുക്കുന്ന ആ പോരാട്ടത്തിൽ ജയിച്ചവനായ യേശുവിൻ്റെ കൂടെ മുഖം വെച്ച് നടക്കുവാൻ ഞങ്ങളെ ജയിപ്പിക്കുവാൻ കർത്താവ് കരുതിയിരിക്കുന്ന ശത്രുക്കൾക്കായി ഞങ്ങൾ നന്ദി ഇതുവരെ പറഞ്ഞിട്ടില്ല. കർത്താവ് ശത്രുക്കൾ നശിക്കണമെന്നല്ല, അവരെന്തെങ്കിലും നശിച്ചിരിക്കും. അവർ നശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശത്രുവിനെ സ്നേഹിക്കുവാനും ശത്രുവിനെ പ്രയോജനപ്പെടുത്താനുള്ള പരിജ്ഞാനം തന്നിട്ടേ അവരെ കളയാവൂ എന്ന് പറയും. വീട്ടിലായാലും അമ്മായിയമ്മയായാലും മരുമകളായാലും നാത്തൂനായാലും അയലോക്കനായാലും അപ്പനായാലും അമ്മയായാലും ആരായാലും വീട്ടുകാരെ തന്നെ ശത്രുക്കളാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ജയിക്കാൻ വേണ്ടിയാണ്. യുദ്ധം ജയിക്കുവാൻ വേണ്ടി, യുദ്ധം പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കരുതിയിരിക്കുന്ന ഇതിനെ പ്രയോജനപ്പെടുത്തിയതിന് ശേഷം യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായ ദുഷ്ടനെയും കൂടെ എന്നുള്ളതിനെ ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ നശിച്ചു പോകും. നാശയോഗ്യമായി ചെയ്തുകൊണ്ടേയിരിക്കും. നാശയോഗ്യമായി ചെയ്ത് നശിക്കുന്നതിന് മുമ്പ് അവനെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തി അവൻ്റെ നാശയോഗ്യമായി കൊടുത്തുവിടാൻ ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നാശയോഗ്യമായ ചെയ്ത് നശിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നശിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതിനെ കൊടുത്തുവിടാൻ. ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വേസ്റ്റ് മുനിസിപ്പാലിറ്റിയിലെ വണ്ടി വരുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ കൊണ്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുന്നു. അവരത് കൊണ്ടുപോയി അതിനെ പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വേസ്റ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല, തീഞ്ഞു നാറുന്ന സാധനമാണ്. പക്ഷെ മുനിസിപ്പാലിറ്റിക്കാർ അതിനെ കൊണ്ടുപോയി അതിനെ പുതിയ പുതിയ നല്ല സാധനങ്ങളാക്കി മാറ്റുന്ന പുതിയ സംവിധാനങ്ങളുള്ളതുപോലെ ഞങ്ങൾക്ക് കൊള്ളരുതാത്തതും ഞങ്ങൾക്ക് വേണ്ടാത്തതുമൊക്കെ അത് വേറെ എവിടെയെങ്കിലും കൊള്ളാവുന്നതും കൊള്ളിക്കാവുന്നതാണെന്നുള്ള ബോധത്തിൽ അത് ശത്രുക്കളെ തന്നെ കൊടുത്തുവിടാനായിട്ട് അവർക്കും തീറ്റി കൊടുക്കാൻ, അവരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള സകലത്തിനെയും നന്ദിയോടെ പ്രയോജനപ്പെടുത്തി സൽഗുണപൂർണനായ പിതാവിൻ്റെ സൽഗുണപൂർണരായി ഞങ്ങൾ മാറിയതിനു ശേഷം സൽഗുണപൂർണനായ ആ പുത്രൻ്റെ സൽഗുണപൂർണ്ണയായ രാജ്ഞിയായി തീരുവാൻ ഇതൊക്കെ ആവശ്യമാണ് നിങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ, രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങൾ യേശുവിനെ പോലെയായിട്ട് യേശുവിനോട് കൂടെ നടന്ന് യേശുവിനെ മുഖം വഹിച്ച് അങ്ങനെ ഞങ്ങൾ നിത്യതയിൽ നിത്യമായി യേശുവിൻ്റെ ജീവിത പങ്കാളിയായി തീരുവാനുള്ള കൃപായുധ സംവിധാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജന്മസാഫല്യയോടെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിട്ട് തന്നെ.